ലക്ഷോർ CEO ശ്രീ ജയേഷ് നായരെയും ഞാൻ ഈ വേദിയിലേക്ക്, ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ലക്ഷോർ നമുക്ക് ഈ യാത്രയിലുടനീളം വലിയ കരുത്തും വലിയ തണലൊക്കെ നിന്നതാണ് അദ്ദേഹത്തെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നെഞ്ചിൽ കൈവച്ച് പറയാം, ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ഭേദമില്ലാത്ത, ഏതെങ്കിലും തരത്തിലുള്ള ഭേദചിന്തകളില്ലാത്ത ഈ നാടിന്റെ കാവൽ, ഈ നാടിന്റെ കരുതൽ മാത്രം ലക്ഷ്യമാക്കി നടത്തിയൊരു യാത്രയായിരുന്നു. ആ യാത്ര സാർത്ഥകമായി എന്നുള്ളത് ഈ മനുഷ്യ മഹാസാഗരം തെളിയിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഔപചാരിക പരിപാടിയുടെ സമാപന സമ്മേളനത്തിന് അധ്യക്ഷൻ 24 ന്യൂസ് ചെയർമാൻ ശ്രീ ആലുങ്കൽ മുഹമ്മദ് ആണ്. ആലുങ്കൽ മുഹമ്മദ് സാറിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സാർ. എല്ലാവർക്കും എൻ്റെ ഈസ്റ്റർ ആശംസകളോടെ ഞാൻ തുടങ്ങിയാണ്. ഇവിടെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് SKN40 എന്ന പരിപാടിയുടെ സമാപന ചടങ്ങും ഇതുമുതൽ ഇവിടെ ഇന്ന് തുടങ്ങി വെക്കുന്ന നമ്മളുടെ ലഹരി മരുന്നിനോടുള്ള നമ്മളുടെ പോരാട്ടത്തിൻ്റെ തുടക്കവും കുറിക്കുന്ന ഒരു സമ്മേളനമാണിത്. ഇവിടെ ഈ പരിപാടിയിലേക്ക് എത്തിപ്പെട്ട നമ്മുടെ മിനിസ്റ്റർ PM മുഹമ്മദ് റിയാസ്, മിനിസ്റ്റർ ഓഫ് ടൂറിസം ആൻഡ് പബ്ലിക് വർക്ക്സ്, അതുപോലെ കോഴിക്കോടിൻ്റെ MP MK രാഘവൻ അവർകൾ, ഡോക്ടർ വർഗീസ് ചാലക്കാൽ, ആർച്ച് ബിഷപ്പ് കോഴിക്കോട് അതിരൂപത, സ്വാമിജി, BJPയുടെ പ്രിയപ്പെട്ട നേതാവ്, മറ്റു വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നേതാക്കന്മാരെ, ഈ പരിപാടി നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു വലിയ ദൗത്യം ഞങ്ങളുടെ MD ശ്രീകണ്ഠൻ നായർ ഏറ്റെടുക്കുകയാണ്. അദ്ദേഹം മാധ്യമപ്രവർത്തനത്തിൽ 40 വർഷം തികയുമ്പോൾ ഇത്ര ധൈര്യത്തോടു കൂടി ഇങ്ങനെ ഒരു പരിപാടിയുമായി മുന്നോട്ട് വരുമെന്ന് ഞങ്ങളാരും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാലും ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അദ്ദേഹത്തിനുണ്ട്. തിരുവനന്തപുരത്ത് വന്ന് കോഴിക്കോട് വരെ 30-ൽ കൂടുതൽ ദിവസങ്ങൾ രാവും പകലുമില്ലാതെ അദ്ദേഹത്തിൻ്റെ കൂടെ 10-60ഓളം ആളുകളും ഈ യാത്രയുമായി ഇവിടെ എത്തിച്ചേരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പഠിക്കാനും ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായും ഇതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ തുടക്കമാണ് ഇത് എന്നാണ് ആവേശത്തോടു കൂടി ശ്രീകണ്ഠൻ നായർ ഞങ്ങൾ അറിയിക്കുന്നത്. അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എല്ലാവിധ ഇനിയും മുമ്പോട്ടുള്ള ഇതിൻ്റെ തുടക്കം ഇവിടെ കുറിക്കുമ്പോൾ ഇതിൻ്റെ അവസാനം വരെ ഇതിനു വേണ്ടി പോരാടാൻ ഞങ്ങൾ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുകൂടെ ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ലഹരിക്ക് അടിമയായ നമ്മളുടെ കുട്ടികൾ, അതുപോലെ കുട്ടികളെന്നല്ല ഒരുപാട് ആളുകൾ അതിൽ പെട്ടിട്ടുണ്ട്. ഇതിന് തീർച്ചയായിട്ടും നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ തുടക്കം നമ്മൾക്ക് സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതുണ്ട്. നമ്മൾ രക്ഷിതാക്കൾ വീട്ടിൽ നിന്ന് കുട്ടികളെ എത്രത്തോളം ശ്രദ്ധിച്ചുകൊണ്ടാണ് നോക്കുന്നതെങ്കിൽ അതേപോലെ ഉത്തരവാദിത്തം നമ്മുടെ അധ്യാപകർക്കുമുണ്ട്. നമ്മൾ ഒരു കാലത്ത്, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ അധ്യാപകന്മാർ നമ്മളോട് കാണിച്ചിരുന്ന ആ ഉത്തരവാദിത്വവും ബോധവും
ബോധവൽക്കരണവും നമ്മളിൽ കാണിച്ചിരുന്ന അതേ ഉത്തരവാദിത്വത്തോടെ ഇനിയും വരുന്ന തലമുറകളെ അധ്യാപകർ ഏറ്റെടുക്കേണ്ടതുണ്ട്. അതിന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. അതിന് നമ്മളുടെ ഗവൺമെൻറ്റും അതിൻ്റെ ആളുകളും ഉണരേണ്ടതുണ്ട് എന്നുകൂടെ ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ എനിക്കിതിൽ പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾ ആരും തന്നെ ലഹരി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടോ ലഹരിയെക്കുറിച്ച് അറിഞ്ഞിട്ടോ അല്ല ഇതിൽ പെടുന്നത്. പലരും സ്കൂളിൽ പോലും പരീക്ഷാമയത്ത്, പ്രത്യേകിച്ച് നമ്മളുടെ പെൺകുട്ടികൾക്ക് പരീക്ഷയെ നേരിടാനുള്ള ഒരു ധൈര്യം, അല്ലെങ്കിൽ പഠിച്ചത് മറക്കാതിരിക്കാനുള്ള ഒരു മരുന്ന്, ഇങ്ങനെ പല വ്യാജന പലതും പറഞ്ഞുകൊണ്ടാണ് കുട്ടികളെ ഇതിലേക്ക് നയിക്കുന്നത്. ഇതിൽ പെട്ട് വീണ ശേഷമാണ് നമ്മളുടെ മക്കൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെ നേരിടാൻ നമ്മുടെ കുട്ടികളെ പാകപ്പെടുത്തേണ്ടതുണ്ട്. അതിൽ വീട്ടിലും അതുപോലെ അധ്യാപകർക്കും ഒരേപോലെ പങ്കുണ്ട്. ഈ പങ്ക് നമ്മൾ വഹിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിൽപ്പെട്ട കുട്ടികൾക്ക് അവരുടെ ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ, അതേപോലെ റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്ന രീതിയിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമ്മുടെ ജില്ലാതലത്തിലോ അല്ലെങ്കിൽ ജില്ലാതലത്തിൽ ഓരോ റീഹാബിലിറ്റേഷൻ സെൻറ്റർ നമ്മുടെ ആരോഗ്യ പരിപാലന മേഖലയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഉണ്ടാക്കേണ്ടതുണ്ട് എന്നുകൂടെ ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്തരം പരിപാടിയിലേക്ക് റീഹാബിലിറ്റേഷൻ സെൻറ്റർ, ഡി അഡിക്ഷൻ സെൻറ്റർ, ഇങ്ങനത്തെ പല കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ ഒരു മേഖലയിലേക്ക് ഞാൻ എൻ്റെ അബിയർ മെഡിക്കൽ ഗ്രൂപ്പ് എന്ന സ്ഥാപനത്തിൻ്റെ എല്ലാവിധ സഹകരണങ്ങളും അതിൻ്റെ കൂടെ മുന്നോട്ട് പോകാനും തയ്യാറാണെന്ന് എന്തുകൂടെ ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ 24ൻ്റെ ചെയർമാൻ എന്ന നിലയിൽ ഇന്നിവിടെ തുടക്കം കുറിക്കുന്ന ഈ യാത്ര, മയക്കുമരുന്ന് നേരിടാനുള്ള ഈ യാത്രയുടെ അവസാനം വരെ ഇതൊരു വലിയ ജോലിയാണ് ചെയ്യേണ്ടതെന്ന് ഏറ്റെടുത്തത്. നമ്മൾ എല്ലാവർക്കും അറിയുന്ന പോലെ മയക്കുമരുന്നിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്കാർക്കും തൊടാൻ പറ്റാത്ത അത്രയും വലിയ ലെവലിലുള്ള ആളുകളാണ്. അവരുമായിട്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. അതിനെ നേരിടുന്നതിൽ ശ്രീകണ്ഠൻ നായരുടെ കൂടെ ഞങ്ങളും ഞങ്ങളുടെ സംഘവും എന്നും കൂടെ ഉണ്ടാവും എന്നുകൂടെ ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ കൂടിയ എല്ലാവർക്കും ഈ പരിപാടിയുടെ പേരിൽ ഞാൻ ഈ വേദിയിലേക്ക് എല്ലാവരെയും ഞാൻ സദാരം ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.